വ്യർത്ഥവും പിതൃപാരമ്പര്യമായിരിക്കുന്ന നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത്. അങ്ങനെയാണ് വ്യർത്ഥവും പിതൃപാരമ്പര്യമായി നിങ്ങളുടെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത്. എന്ന് വെച്ചാൽ നാശത്തിന്റെ വഴിയിൽ കൂടെ പോയി നമ്മളെ നിത്യതയിലേക്ക്, രക്ഷയിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിന് ആ ദൈവ നിയമത്തിന് മുമ്പിൽ തുല്യമായിരിക്കും നമ്മുടെ തുല്യമായിരിക്കുന്ന ഒരു തുക അവിടെ കെട്ടിവെക്കണമായിരുന്നു. അതിന് ദൈവം നോക്കിയപ്പോൾ ലോകത്തിലൊന്നുമില്ല. ഈ ലോകത്തിലെ നമുക്കറിയാം, ഒരു പവൻ സ്വർണ്ണം, 1 ഗ്രാം സ്വർണ്ണത്തിന് 15,000 രൂപ വരെ വിലയായി നമുക്കറിയാം. അപ്പോൾ നോക്കിക്കേ, അല്ലെങ്കിൽ 14,000 രൂപ. അപ്പോൾ നോക്കിക്കേ, അതിൻ്റെ ടൺ കണക്കിന് സ്വർണം തൂക്കി വിറ്റാലും നമുക്ക് സ്വന്തമായി നമ്മുടെ ഓരോരുത്തരുടെ വിലയ്ക്ക് തുല്യമാകാത്തത് കൊണ്ട് ദൈവം അതിനിട്ട വില തൻ്റെ ഏകജാതനായ സ്വത്ത് വെച്ചുകൊണ്ട് ഏകജാതനായിരിക്കുന്ന ഏകപുത്രൻ്റെ വിലയാണ് ദൈവം നമുക്കിട്ടത്. ഞാനിത് പറഞ്ഞു എൻ്റെ കാര്യം എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന നാം ഓരോരുത്തരും, അതായത് മാനസാന്തരപ്പെടുകയും യേശുക്രിസ്തുവിനോട് ചെയ്യുവാൻ സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ചവർ, അവരാണ് രക്ഷിക്കപ്പെട്ട ജനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെ നമ്മളെന്താണ് നിരാശ നീക്കി കളഞ്ഞിട്ട് നമ്മളെ തന്നെ വിധിക്കണം. എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തിന് ഏറ്റവും വിലയേറിയവനാണ്. തൻ്റെ പുത്രനേക്കാൾ ഉപരി, ഏകജാതനായിരിക്കുന്ന ക്രിസ്തുവിനേക്കാൾ ഉപരി ദൈവം എന്നെ സ്നേഹിച്ചത് വഴി എന്നെ വീണ്ടെടുപ്പാൻ തൻ്റെ പുത്രനെ കാൽവറിയെക്കുറിച്ച് തകർത്ത് കളഞ്ഞ സ്നേഹത്തെ നമ്മളെല്ലാവരും എന്നും ധ്യാനിക്കണം. നമുക്കെന്താണ്? ഈ ലോകം മുഴുവൻ നമുക്ക് എതിരാണ്. നമ്മൾ രക്ഷ പ്രാപിച്ച നാൾ മുതൽ ഈ ലോകം മുഴുവൻ നമുക്ക് എതിരാണ്. അപ്പോൾ നമ്മൾ അറിയണം, എന്നെ വീണ്ടെടുത്തിരിക്കുന്നവനാണ്, ഞാൻ ദൈവത്തിനുള്ളവനാണ്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ഓരോ ദിവസവും എല്ലായ്പ്പോഴും ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട കാര്യം, കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളും ഒറ്റപ്പെടുന്ന അനുഭവങ്ങളും അങ്ങനെ നിരവധിയായിരിക്കും ലോകക്കാർക്കില്ലാത്ത പ്രശ്നത്തെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിക്കണം, ഞാൻ ദൈവത്തിനുള്ളവനാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് എന്നെ ലോകത്തിന് തകർത്ത് കളയാൻ കഴിയത്തില്ല. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായിരിക്കുന്ന ഭവനത്തിൽ എത്തുമ്പോഴും എനിക്ക് കഷ്ടങ്ങളുണ്ട്. എന്നാൽ എന്താണ്? നൊടി നേരത്തേക്കുള്ള ഈ ലഘുവായിരിക്കുന്ന കഷ്ടം അത്യന്തം അനവധിയായിരിക്കുന്ന തേജസ്സിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ധൈര്യവും സന്തോഷവും ഉള്ളവരായിട്ട്, പ്രത്യാശ നിറഞ്ഞവരായിട്ട് വേണം ഏതൊരു ദൈവ പൈതലും ജീവിക്കാൻ. അങ്ങനെ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ പാപത്തെയും ലോകത്തെയും നമുക്ക് ജയിക്കാൻ ഒക്കത്തുള്ളൂ. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. എനിക്ക് വേണ്ടി ഉത്തമമായിരിക്കുന്ന ഒരു സമ്പത്ത് അവൻ ഒരുക്കി എനിക്ക് വേണ്ടി കാത്തിരിക്കുക.